ശാസ്ത്രീയമായിരുന്നു അവർ. അതിനെപ്പറ്റിയൊക്കെ എന്നേക്കാൾ കൂടുതൽ അറിയാമെന്നാണ് എൽ സാറൊക്കെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ്. എനിക്കിതിനെപ്പറ്റി അത്ര കൃത്യമായിട്ട് അറിയുന്നത്. എങ്കിൽ പോലും അന്ന് ഈ ബ്രാഞ്ചുകൾ ആരംഭിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു എന്ന് അന്നത്തെ ബോർഡ് മെമ്പർമാർക്ക് തോന്നിയതുകൊണ്ടായിരിക്കാം ബ്രാഞ്ചുകൾ ആരംഭിച്ചത്. ഇന്ന് പക്ഷെ അത് ഈ ബാങ്കിന് വലിയ ബേർഡൻ ഉണ്ടാക്കിയിരിക്കുക. ഈ 5 ബ്രാഞ്ചിൽ ശരിക്കും പറയുകയാണെങ്കിൽ 5 മാനേജർമാരുമാണ്, ക്ലർക്കുമാരുമാണ് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് കിടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് അവിടെ 12 പേരുള്ളത്. സെക്രട്ടറി അവിടെ സിക്ക് എത്ര സ്റ്റാഫ് കിട്ടാൻ തോന്നാനാണ് അല്ലേ? 14 പേരെ കിട്ടാം. പക്ഷേ 14 സ്റ്റാഫിന് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോസ്റ്റിന് അപേക്ഷിക്കുമ്പോൾ അവർ പറയും നിങ്ങളുടെ ബാങ്കിൽ ഇത്ര എമൗണ്ട് കുടിശ്ശികയാണ് അവർ തരാൻ പറ്റില്ല. ഇവരിപ്പോ പലതും നോക്കുന്നത് കുടിശ്ശിക പിടിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റിലായിരിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ ശമ്പളം കിട്ടും? അതാണ് ഒരു പ്രധാന ഭാഗം. ഞാനിവിടെ പ്രസിഡന്റാണ്, നമ്മുടെ 9 സ്റ്റാഫേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ അപ്രോച്ച് 3 സ്റ്റാഫിനെ 3 ക്ലർക്കന്മാരെ കിട്ടി. ഇപ്പോൾ ആ 3 സ്റ്റാഫിൽ 3 പേര് അതിലേക്ക് പോവാണ്. അത് നല്ല കാര്യമാണ്. അത് ഈ സർക്കാർ വന്നപ്പോൾ 2:1 എന്നാക്കി 2 പേരെ നിയമിക്കുമ്പോൾ ഒരാൾക്ക് പ്രഭാഷണം കൊടുത്തു. അങ്ങനെ വന്നതിന് പ്രകാരം നമ്മളൊരാൾക്ക് പ്രഭാഷണം കൊടുത്തി. ഇപ്പോൾ നമുക്കൊരു തസ്തിക ഒഴിവ് കിടപ്പുണ്ട്. ഇനി അടുത്ത ഒരാളെ കൂടെ നിയമിച്ച് പ്രഭാഷണം കൊടുക്കാൻ ഒക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ നില. എങ്കിലും നമ്മുടെ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ സ്പീഡാണ്. അതായത് നമ്മുടെ ജപ്തി നടപടി നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ തുടങ്ങി വെച്ചതാണ്. അത് നമുക്ക് വേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാരെ സീൽ ഓഫീസറെ കിട്ടാത്തത് കൊണ്ടാണ് നമുക്കത്രയും ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പം നമ്മുടെ 3 ബാങ്കിൽ വെച്ചൊരാളെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ റിക്കവറി നടത്താനുള്ള സമീപനം കുറച്ചുകൂടെ സ്പീഡാക്കി കൊണ്ടുപോകണം. ഗവൺമെൻറ് ഭാഗത്തുനിന്ന് തള്ളിത്തള്ളി പോവുക. കാര്യം ഓരോ സമയം വരുമ്പോൾ നിർത്തി വെക്കുക, വീണ്ടും കുറേ കഴിയുമ്പോൾ പുനരാരംഭിക്കുക. അങ്ങനെ ഗവൺമെൻറ് ഭാഗത്തുനിന്നൊരു അനാസ്ഥ നമുക്കുണ്ട്. അതുകൊണ്ട് അടുത്ത വർഷങ്ങളിൽ നമ്മുടെ പൊസിഷൻ വളരെ വേഴ്സ് ആവാനായിട്ട് സാധ്യത. ബാങ്ക് എന്ന് പറയുന്ന കാലഘട്ടം നമുക്കറിയാമല്ലോ, ഇത് സഹകരണ സ്ഥാപനമാണ്. നമ്മൾ ബാങ്കിന്റെ കോമ്പറ്റീവ് ഇട്ട് പിടിച്ചിട്ട് ഇപ്പോൾ ഒരു ധനകാര്യ സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ്. ധനകാര്യ സ്ഥാപനത്തിലുപരിയായി ഇത് ഫാർമേഴ്സിന്റെ സ്ഥാപനമാണ്, സഹകാരിയുടെ സ്ഥാപനമാണ്. അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ആ ശ്രദ്ധപ്പെടുത്താനുള്ളത്. പിന്നീട് നിങ്ങൾക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ബാങ്കിന്റെ ലാഭം വർദ്ധിപ്പിക്കാനായിട്ട് നമ്പൂരി സാർ പറഞ്ഞിട്ടുണ്ട്. സാറ് ഒരു സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. അത് ഫ്രണ്ട്ഷിപ്പ് സൊസൈറ്റിയാണ്. അതുപോലെ ഒന്നും പാലക്കാട് ബാങ്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ചിട്ടികൾ 10-18 കൊണ്ടു തോന്നുന്നു. ഒരെണ്ണം പോലും ആർക്കും കുടിശ്ശിയാകത്തില്ല. അതുകൊണ്ട് ഭയങ്കര ലാഭകരമായിട്ട് പോകുന്നു. അവിടെ ലാഭം കുഞ്ഞു കൊടുക്കുക. എത്ര രൂപയായി ലാഭം കൊടുത്ത് എനിക്ക് അറിയില്ല. കഴിഞ്ഞ ദിവസം ഉദ്യോഗം നടന്നിരിക്കുന്നു അല്ലേ, ലാഭം കിട്ടി. അപ്പം നമുക്ക് സാറ് പിന്തുടർന്ന പാത എന്ന് പറയുന്നത്, ഒന്ന് 20 മാസം കൊണ്ട് ചിട്ടി അവസാനിക്കും.